السلام عليكم ورحمة الله وبركاته. الحمد لله السلام ورحمة الله وبركاته. الذي أنزل الكتاب تبيانا وتفصيلا لكل شيء بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിലുള്ള കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി അദീൻ അറബിക്കിന്റെ 3ാം ഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. അതിന്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ. ഒന്നുകൂടി അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതിന്റെ സാങ്കേതിക പദങ്ങളെ കുറിച്ചുള്ള അവലോകനത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. നമ്മളതിന്റെ ഏറാവും ബിനാവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു അല്ലേ. സാങ്കല്പികവും അല്ലാത്തതുമായ അടയാളങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. സാങ്കല്പികമായ അടയാളം നമ്മൾ എക്സർസൈസ് ആണ് വായിക്കുന്നത്. തമാരീൻ അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. أين رأى فيصل حامدا؟ لا لا دي درس ثانية. പേജ് നമ്പർ എത്രയാ? صفحة رقم 12. എത്ര? 12. 12. عين المعرب والمبنية فيما يأتي. ഈ വരുന്നതിൽ നിന്നും അയ്യിനിൽ മുഅറബ വൽ മബ്നിയ ഫീമാ യഅതി. മുഅറബിനെയും മബ്നിയെയും അൽ മുഅറബ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയണം. ഈ 12ാമത്തേതിൽ കുറച്ച് ബാക്കിയില്ലേ? ലാസ്റ്റ് 12ാമത്തേതിൽ ലാസ്റ്റ് ഇത് അല്ല അലാമത്തുൽ അസ്ലിയ അൽ അലാമത്തുൽ അസ്ലിയത്തു വൽ ഫറഇയ്യ പറഞ്ഞില്ലേ? അലാമത്തുൽ അസ്ലിയത്തു വൽ ഫറഇയ്യത്തു വൽ ലാഹിറത്തു വൽ മുഖദ്ദറത്തു നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണമാണ്. അതെ പക്ഷേ അവിടെ എന്ത് ചെയ്തു? എനിക്ക് കോളം എന്ത് ചെയ്തു മേലെയുള്ള? ഓക്കെ. അൽ മർഫു ഹദറൽ അബ്നാഉ ഹദറൽ അബ്നാഉ വൽ ബനാതു വൽ വാലിദാനി വൽ അഖ്റബൂന വ ഇബ്രാഹിമു വ അഖൂഹു വസദീഖി അൽ മുഹാമി അൽ മുസ്തഫ. ഇതിലൊക്കെ എന്തുണ്ട്? ഹദറ അൽ അബ്നാഉ എന്താണ്? ഹദറൽ അബ്നാഉ അതെന്താണ്? അലാമാത്തുൽ അസ്ലിയാണ്. അതേപോലെ അത് എന്താണ്? അസ്ലിയാണ്. ലാഹിറാണ്. അസ്ലിയാണ്, ലാഹിറാണ്, മുഖദ്ദറ അല്ല. അല്ല അബ്നായിൽ എന്തുണ്ട്? വൽ ബനാത്തു വന്നപ്പോഴും എന്താണ്? അത് ലാഹിറാണ്, അസ്ലിയാണ്. വാലിദാനി വന്നപ്പോഴും എന്താണ്? വാലിദാനി വന്നപ്പോ ഫറഇയാണ്, അസ്ലിയല്ല ഫറഇയാണ്. പിന്നെന്തുണ്ട്? ലാഹിറാണ്, ഫറഇയാണ്. ഓക്കെ. അൽ അഖ്റബൂൻ വന്നപ്പോ എന്താണ്? ഫറഇയാണ്, ലാഹിറാണ്. ഇബ്രാഹിം വന്നപ്പോ എന്താണ്? അസ്ലിയാണ്, ലാഹിറാണ്. അഹൂഹ് വന്നപ്പോ എന്തായി? ഫറഇയാണ്, ലാഹിറാണ്. അതായത് ലാഹിർ എന്ന് പറഞ്ഞാൽ ലാഹിറിന്റെ ഓപ്പോസിറ്റ് മുഖദ്ദർ. സദീഖി എന്ന് പറഞ്ഞപ്പോ എന്താണ്?
അവിടെ മുഖദ്ദറാണ്. മുഖദ്ദറാണ്. കാരണം യാൽ മുത്തക്കല്ലിം വന്നപ്പോൾ അത് യാൽ മുത്തക്കല്ലിം വന്നപ്പോൾ അതിനെ ഉചിതമായ അടയാളം കൊടുത്ത് കസറാക്കി. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ അടയാളം? സദീഖിക്ക് എന്താ അടയാളം വേണ്ടത്? മർഫൂഅത്തുൻ, പിന്നെ അലാമത്തു റഫഇഹി അൽ ദമ്മത്തു അൽ മുഖദ്ദറത്തു, തഖ്ദീറാക്കപ്പെടുന്ന ലമ്മാണ്. യാൽ മുത്തകല്ലിമിനേക്ക് ചേർത്തത് കൊണ്ട് ലമ്മ വെളിവാകും. അൽ മഹാമി വന്നപ്പോഴെന്തായി? മുഖദ്ദറത്താണ്. കാരണം ഹാമി എന്ന് പറയുന്ന അവസാനത്തെ യാന്റെ മുകളിൽ അടയാളം വെളിവാകുകയില്ല, ദുർബലാശയം. മുസ്തഫ എന്ന് പറഞ്ഞപ്പോ എന്തായി? മുഖദ്ദറത്താണ്. അലിഫായതുകൊണ്ട് അവിടെ വെളിവാകില്ല. അതേപോലെ അപ്പൊ ഇതെല്ലാം എന്താണ്? മഹാമി വന്നപ്പം ലമ്മത്തുൽ മുഖദ്ദറത്താണ് അവിടെ അടയാളം. അലാമത്തു റഫഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലൽ യാഇ വൽ അലിഫി, അലൽ യാഇ ഫിൽ മഹാമി വൽ അലിഫി അലൽ മുസ്തഫ. മൻസൂബ് വന്നപ്പോൾ നസ്ബ് എന്താണ്? ദഅൗത്തുൽ അബ്നാഅ, അബ്നാ ലാഹിറാണ്, അസ്ലിയാണ്, ലാഹിറാണ്. അതായത് ഫതഹത്ത് അസ്ലിയാണ്, ലാഹിറാണ്. ബനാത്തി വന്നപ്പോ എന്തായി? ഫറഇയാണ്. അവിടെ കസറത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത്. വാലിദൈനി വന്നപ്പോഴും ഫറഇയാണ്, യാ കൊണ്ടാണ് നസ്ബ് ചെയ്യുക. അഖ്റബീന വന്നപ്പോഴും യാ കൊണ്ടാണ് നസ്ബ് ചെയ്യുക. വാലിദൈനി എന്നുള്ള ദ്വിവചനമാണ്, അഖ്റബീൻ എന്നുള്ളത് ബഹുവചനമാണ്. വാലിദൈനി യാ എന്ന യാ ഉല്ലീനാണ്. അഖ്റബീന എന്ന് പറയുമ്പോൾ യാ ഉൽ മദ്ദാണ്. ഇബ്രാഹിമ അവിടെ നസ്ബ് ലാഹിറാണ്. അഹാഹു ഫറഇയാണ്. ഇബ്രാഹിമിലെ എന്താണ്? അസ്ലിയാണ്, അതേപോലെ ലാഹിറാണ്. അഹാഹു അസ്ലിയാണ്, അതേപോലെ അതേസമയം അതെന്താണ്? ഫറഇയാണ്, അതേസമയം ലാഹിറാണ്. മുഖദ്ദറത്തല്ല, ലാഹിറാണ്. ഫറഇയാണ്, മുഖദ്ദറത്തല്ല, ലാഹിറാണ്. സദീഖി വന്നത് എന്തായി? നേരത്തെ പറഞ്ഞതുപോലെ മുഖദ്ദറത്താണ്. അസ്ലിയാണ്, മുഖദ്ദറത്താണ്. കേട്ടോ, അസ്ലിയാണ്, മുഖദ്ദറത്താണ്. മഹാമി എന്ന് പറഞ്ഞപ്പോ എന്തായി? അസ്ലിയാണ്, ലാഹിറാണ്. മുസ്തഫ വന്നപ്പോൾ അസ്ലിയാണ്, മുഖദ്ദറത്താണ്. അൽ മജ്റൂർ വന്നപ്പോൾ ഇത്തസലത്തു ബിൽ അബ്നാഇ, ലാഹിറാണ്, അസ്ലിയാണ്, ലാഹിറാണ്. വൽ ബനാത്തി അസ്ലിയാണ്, ലാഹിറാണ്. വാലിദൈനി ഫറഇയാണ്, ലാഹിറാണ്. അഖ്റബീന ഫറഇയാണ്, ലാഹിറാണ്. ഇബ്രാഹിമ അസ്ലിയാണ്, പിന്നെ ഫറഇയാണ്. അഖീഹി വന്നപ്പോ എന്തായി? ഫറഇയാണ്. സദീഖി വന്നപ്പോ മുഖദ്ദറത്താണ്. അഖീഹി വന്നപ്പോൾ ഫറഇയാണ്, ലാഹിറാണ്. സദീഖി വന്നപ്പോൾ അസ്ലിയാണ്, മുഖദ്ദറത്താണ്. മഹാമി വന്നപ്പോൾ അസ്ലിയാണ്, മുഖദ്ദറത്താണ്. മുസ്തഫ വന്നപ്പോഴും അസ്ലിയാണ്, മുഖദ്ദറത്താണ്. ഇനി തംരീൻ. കിതാബുൻ അൽ മുഅറബ് വൽ മബ്നി അബിൽ മബ്നി. മുഅറബാണ്. ഹാദ ഹാമിദുൻ, മസാജിദു അത് മബ്നി.
അല്ല മുഅറബ. മസാജിദ് മബിനി എന്നാണ് പറയാ. മംനൂഅ മിന സർഫ് എന്നേ ഉള്ളൂ, പക്ഷെ മംനൂഅ മിന മബിനി സർഫ്. എന്ന് പറയില്ല. മംനൂഅ മിന സർഫ്. മബിനി എന്ന് പറയില്ല, മുഅറബാണ്. ഹുവ മബിനി. ഹുവ മബിനി. ഹുബ മബ്നി. അന മബിനി. അന എന്തായാലും മബിനിയാണ്. ഞാൻ ഒരിക്കലും മാറൂലെന്നാണ്. സയ്യാറത്തുൻ മുഅറബ്. മുഅറബാണ്. അല്ലദി മബിനി. മബ്നി. മബിനിയാണ്. അംസി മബിനിയാണ്. അൽ ജാമിഅത്തു മുഅറബ്. മുഅറബാണ്. മുസ്ലിമാനി മുഅറബ. മുഅറബാണ്. മുസ്ലിമാത്തുൻ മുഅറബ. മുഅറബ്. മുസ്ലിമാത്തുൻ മുഅറബാണ്. ഹാദാനി മുഅറബാണ്. അഭിപ്രായം എല്ലാരും കൂടെ ഒരു അഭിപ്രായം എത്തിച്ചേരി. ഹാദാനി അത് മുഅറബാണ്. മബിനിയാണോ മുഅറബാണോ? ദ്വചനം മുഅറബ. ദ്വിവചനം മുഅറബാണ്. അതാണോ ഹാത്താനിയും മുഅറബ്. അതെ, കാരണം എന്താ, ഹാദാനി എന്നുള്ളത് ഹാദൈനി വരും. അപ്പൊ എന്തായി? മുഅറബാണ്. അൽ ആന അല്ലാന മബനിയാണ്. അല്ലത്താനി അല്ലത്താനി മുഅറബ്. മബനി സോറി ദ്വിവചനം മുഅറബാണ്, കാരണം അല്ലത്തൈനി എന്ന് വരും. മൻ മബ്നിയാണ്. മൻ എപ്പോഴാണ് അതിന്റെ സുക്കൂൻ മാറുന്നത്? മനി ഹിത്തറ പോലെ കസർ കൊടുക്കുമ്പോഴല്ലേ? ഇൽത്തിഖാഉ സാക്കിനൈൻ വരും. അത് വേറെ നിയമമാണ്. അത് നഹ്വല്ല, അത് വായനയുടെ നിയമമാണ്, അത് നഹ്വല്ല. മൻ മബനിയാണ്. അല്ലാഹു ലഫ്ദുൽ ജലാലത്ത് മുഅറബാണ്. അല്ലാഹു ഇലല്ലാഹി അർബഅത്തുൻ അല്ല അർബഅത്ത് അശറ അത് മബ്നിയാണ്. മബനിയാണ്, മുറക്കബാണ്, മബനിയാണ്. അർബഅത്തുൻ മുഅറബ. അർബഅത്തുൻ മുഅറബ്. ആമീന മബിനി. آمين مبني. طيب الثاني ما علامات الإعراب الأصلية في الاسم؟ ما علامات الإعراب الأصلية في الاسم? നാമത്തിൽ അസ്ലിയായ ഇറാബ് ഏതൊക്കെയാണ്? അലാമത്തുൽ റഫ് ദമ്മ. എന്തൊക്കെയാണ്? അലാമത്തുൽ ഇറാബ് അസ്ലിയ. അസ്ലിയായ അടയാളങ്ങൾ ഏതൊക്കെയാണ്? ദമ്മത്ത്, ഇസ്റത്തല്ല കസ്റത്ത്. അദ്ദമ്മത്തു വൽ ഫത്ഹത്തു വൽ കസ്റത്തു. സുക്കൂനില്ലാത്ത എന്താ? സുക്കൂനല്ലേ നമ്മള് പറയാ. നാമങ്ങൾക്ക് സുക്കൂനില്ല, നാമങ്ങൾക്ക് സുക്കൂനില്ല. നമ്മൾ വഖഫ് ചെയ്ത് പറയുമ്പോൾ സുക്കൂൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ സുക്കൂൻ. മുസ്ലിം എന്ന് പറഞ്ഞപ്പോ നമ്മൾ സുക്കൂനാക്കി പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ അടിസ്ഥാനപരമായ മുസ്ലിം മുന്നാണ്. അതുകൊണ്ട് നാമങ്ങൾക്ക് സുക്കൂനില്ല. അടുത്തത് മാ അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യത്തു. ഫർഇയ്യായ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഏതില്? ഫി ഒന്നാമത്തേത് അൽ അസ്ലി അൽ അസ്മാഇൽ ഖംസതി. അസ്മാഉൽ ഖംസയിൽ ഏതൊക്കെയാണ്? അങ്ങനെയല്ല. അസ്മാഉൽ ഖംസയിലെ അടയാളങ്ങൾ, ഫർഇയ്യായ സെക്കൻഡറി അടയാളങ്ങൾ ഏതൊക്കെയാണ്? അതില് ഓരോന്നിനും ഓരോന്ന് പറയാം. ഫത്ഹിന് എന്താണ്?
ഫതഹ നമ്മളെ പറയാൻ പറ്റില്ല. നസ്ബിന് അലിഫ്, പിന്നെ ഉം. റഫ്ഇന് റഫ്ഇന് വാവ്, വാവ്, ജറിന് ജറിന് യാ. ജറിന് യാ. ഇങ്ങനെ തന്നെ പറയാം. കാരണം കെസ്റ എന്ന് പറയുന്നത് ഈ അസ്ലിയ അടയാളത്തിനാണ് കെസ്റ അതൊക്കെ പറയുന്നത്. നമ്മള് അടയാളം സ്ഥാനത്തിനാണ് ഇറാബ് എന്ന് പറയുന്നത്. ആ സ്ഥാനം എന്ന് പറയുമ്പോൾ നസ്ബിന് അലിഫ്, ജറിന് യാ, അതേപോലെ റഫ്ഇന് വാവ്. അല്ലെങ്കിൽ വാവ് കൊണ്ട് റഫ് ചെയ്യുക, അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യുക, അതേപോലെ യാ കൊണ്ട് ജർ ചെയ്യുക. ഇതാണ് അസ്മാൽ ഖംസയിൽ. രണ്ടാമത്തെ എന്താ? ജമ മുദക്കർ സാലിമിൽ എന്തായിരിക്കും? വാവ് കൊണ്ട് റഫ് ചെയ്യുക, യാ കൊണ്ട് ജറും ചെയ്യും, ജറും നസ്ബും. ജറും നസ്ബും, യാ കൊണ്ട് ജറും നസ്ബും ചെയ്യുക. അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യാ. അല്ലെ, അലിഫ് കൊണ്ട് പറ്റില്ല. അലിഫ് കൊണ്ട് എന്ത് ചെയ്യും? അല്ല അലിഫല്ല, അത് പറഞ്ഞല്ല നമ്മള്. അത് ദിവചനത്തിലേ ഉള്ളൂ. അതെ. ബഹുവചനത്തിന് വാവും യാവും മാത്രമേ ഉള്ളൂ. ഊന ഈന. അതെ. നമ്മൾ ആനി ഈന ഊന എന്ന് പറയുന്നത് ആനി എന്നുള്ള ദിവചനത്തിനാണ്. അപ്പൊ അവിടെ അലിഫ് പോയി, അവിടെ യാവും വരും. അത് ദിവചനത്തിൽ യാവും വരും, അലിഫും വരും. അതേസമയം ബഹുവചനം വരുമ്പോൾ യാവും വാവുമാണ് വരിക. പിന്നെന്താണ്? വൽ മുസന്ന, അസ്മാൽ ഖംസ കഴിഞ്ഞു. മുസന്നയാണ് അടുത്തത്. അതാണ് പറയേണ്ടത്. മുസന്നയിൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് അടയാളങ്ങള്. ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. മുസന്നയില് റഫ് ചെയ്യുമ്പോൾ എന്ത് അടയാളം? റഫ് ചെയ്യുമ്പോൾ യാ ആണ് വരിക. ദ്വിവചനത്തിന് റഫ് ചെയ്യുമ്പോൾ ആർക്കാ വാവുള്ളത്? റഫ് ചെയ്യുമ്പോൾ എങ്ങനെ വാവ് വരിക? മുസന്നയില് മീൻസ് ഡ്യുവൽ. ഞാൻ വിചാരിച്ചു രണ്ടാമത് അത് കഴിഞ്ഞ് ജമ്മ കഴിഞ്ഞ് മുസന്നയില് സാലിം കഴിഞ്ഞ് സാലിം കഴിഞ്ഞ് മുസന്നയില് റഫ് ചെയ്യുന്ന വാവ് കൊണ്ടാ ആലിഫ്. മുസ്ലിമാനി. പിന്നെ അടുത്തത് നസ്ബും ജറും ഓക്കെ. അലാമത്തുൽ ജർരി അടുത്തത്. മാ അലാമത്തുൽ ജർരി ഫിൽ മംനൂഅ മിന സർഫ്. മംനൂഅ മിന സർഫിലെ അടയാളത്തിന്റെ ജറിന്റെ അടയാളം എന്താണ്? ഫത്ഹത്തല്ലേ? ഫത്ഹത്തു. الفتحة. അടുത്തത് الخامس ما علامة النسب في الجمع المؤنث السالم؟ علامة النسب الكسرة. علامة النسب ألف. അങ്ങനെയല്ലേ? എന്താ അലിഫ്? മുസ്ലിമാത്ത് വരുമ്പോഴത്തേക്ക് ആത്തി അല്ലേ? ആത്തിൽ എന്താണ്? എന്തലിഫ്? റഫ്. എന്താ റഫ്? ഒന്നേ സ്ക്രീനിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കിയിരിക്കുക. റഫിന്റെ കാര്യം എന്തായാലും നമ്മൾ പറഞ്ഞില്ല. അലാമത്തുൽ നസ്ബി ജംഉൽ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിമില് നസ്ബ് ചെയ്യുമ്പോൾ അടയാളം എന്താണ്? അൽ കസ്റത്തു. അടയാളത്തിന്റെ പേര് പറയുമ്പോൾ താ കൊടുത്ത് പറയണം കേട്ടോ. അൽ കസ്റത്തു. പിന്നെ هات مثالا للمقصور واجعله في 3 جمل على أن يكون مرفوعا في الأولى ومنصوبا في الثانية ومجرورا في الثالثة. ഉദാഹരണം പറയും. മഖ്സൂറിന് ഉദാഹരണം
മക്സൂർ ഫത ഫത എന്തായി? റഫല്ലേ അതെ. ജാൽ ഫത്ത ജഅൽഹു ഫീ സലാസി ജുമലിൻ അല്ലാ അൻ യകൂന മർഫൂഅൻ. മർഫൂ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഫത എന്ന് പറഞ്ഞാൽ കർത്താവാക്കിയാൽ ജാഅ ഫത. അതേപോലെ മൻസൂബാക്കിയാൽ റഅയ്തുൽ ഫത. റഅയ്തുൽ ഫത. അതേപോലെ മജ്റൂറാക്കിയാൽ സല്ലംതു അലൽ ഫത. സല്ലംതു അലൽ ഫത എല്ലാ സ്ഥലത്തും എന്താണ്? അദ്ദമ്മത്തുൽ മുഖദ്ദറത്താണ്. ഹാത്തി മിസാലിൽ മൻഖൂസ്. മൻഖൂസിന് ഉദാഹരണം പറയണം. മൻഖൂസാകുമ്പോ ചുരുങ്ങും. അപ്പൊ ചുരുങ്ങുമ്പോൾ ഖാദിൻ. ഖാദിൻ ആണെങ്കിൽ ജാഅ ഖാദിൻ. അതേപോലെ അവിടെ നസ്ബ് വരുമ്പോഴത്തേക്ക് എന്താവും? പോയ അക്ഷരം തിരിച്ചു വരും. സഅൽതു ഖാദിയൻ. ഖാദിയോട് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വരും. പിന്നെ കസ്ർ വരുമ്പോ എന്താവും? അല ഖാദിൻ. അല ഖാദിൻ. ഇനി അവിടേക്ക് അൽ വരെയാണെങ്കിൽ അത് വേറെ ചെയ്ത്. അൽ വന്നാൽ ജാ അൽ ഖാദി. അപ്പൊ മൻസൂബ് വരുമ്പോഴത്തേക്ക് അവിടെ യാ ഉണ്ടാവും. അൽ ഖാദിയ. അല്ല സഅൽതുൽ ഖാദിയ. അതേസമയം അതേപോലെ പിന്നെ ജർ വരുമ്പോഴും യാ അവിടെ ഉണ്ടാവും, അടയാളം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ذهبت إلى القاضي. إلى القاضي. Okay. ثامن هات مثال للمنقوص المحذوف الياء وأدخله في 3 جمل. هذا നമ്മൾ പറഞ്ഞത്. أيات എന്താണ്? هات مثال للمنقوص الثابت الياء وأدخله في 3 جمل على الياء نركن سنة أن يكون مرفوعا في الأولى ومنصوبا في الثالثة ومجرورا في الثالثة. അതെ, ഇത് രണ്ടും കൂടി നമ്മൾ പാൽ ചേർത്തപ്പോഴത്തേക്ക് എന്താവും? യാ നിലനിൽക്കും. അത് ചേർന്നപ്പോ യാ അവിടെ ഉണ്ടാവും. അത് ചേർന്നില്ലെങ്കിൽ എന്താവും? യാ പോവും. രണ്ടും പറഞ്ഞു. ചോദ്യം വായിച്ചാൽ മാറിപ്പോയേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഹാത്തി മിസാലിൽ മൻഖൂസിൽ സാബിത്തിൽ യാ നിലനിൽക്കുന്നത്. എപ്പോഴാണ് യാ നിലനിൽക്കുന്നത്? മൻഖൂസിൽ അൽ വന്നാൽ യാ ഉണ്ടാവും അവിടെ. ജാഅ അൽ ഖാദി റഅയ്തു അൽ ഖാദിയ. അവിടെ നസ്ബ് കൊടുക്കും. അൽ വന്നാലും അൽ ഇല്ലെങ്കിലും അടയാളം കൊടുക്കും, വത്തം കൊടുക്കും. അൽ ഖാദിയ. രണ്ടാമത്തെ മൂന്നാമത്തെ വരുമ്പോഴത്തേക്ക് ദഹബതു ഇലൽ ഖാദി. അപ്പൊ യാ അവിടെ ഉണ്ടാവും, അടയാളം ഉണ്ടാവില്ല. എട്ടാമത്തെ ചോദ്യത്തില് മഹ്ദൂഫുൽ യാ കളയപ്പെടുന്നതാണെങ്കിൽ അത് തന്നെ പറയാം. ജാഅ ഖാദിൻ. അല്ലില്ലെങ്കിൽ എന്തായി? അടയാളം തന്നെ പോയി, അക്ഷരം തന്നെ പോയി. അതേസമയം നസ്ബ് വരുമ്പോൾ റഅയ്തു ഖാദിയ. റഅയ്തു ഖാദിയ. ഞാൻ എന്ത് ചെയ്തു? ഖാദിയെ കണ്ടു. ഖാദിയൻ. ഖാദിയെ കണ്ടു. അല്ലില്ലെങ്കിൽ തൻവീൻ വരണമല്ലോ. റഅയ്തു ഖാദിയൻ.
ഖാദിയൻ. പിന്നെ ഇല വരുമ്പോൾ കെസ് വരുമ്പോൾ ഇല താളിൻ. ഇല താളിൻ. അതായത് റഫ് വരുമ്പോഴും ജെറ് വരുമ്പോഴും അവസാനത്തെ അക്ഷരം തന്നെ ഉണ്ടാവില്ല, തൻവീൻ തൊട്ട് മുമ്പത്തുള്ളതിന് കൊടുക്കും. നസ്ബ് വരുമ്പോൾ തൻവീൻ ഉണ്ടാവും, അടയാളം ഉണ്ടാവും. التاسع أتي مثال للمضاف إلى جاء المتكلم. جاء المتكلم إليك ചേർത്തത് في 3 جمل على أن يكون مرفوعا في الأولى ومنصوبا في الثانية ومجرورا في الثالثة. അതൊക്കെ നമ്മൾ ഒന്നാമത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായേനെ. ഈ ആൾക്കാരും ആരും കാണില്ല. ഡോക്ടർ മിണ്ടുന്നില്ല എന്ന് അന്നില്ലേ? എല്ലാരും ഉണ്ട്. അപ്പോ എന്ത് ചെയ്യണം? മുത്തക്കല്ലിമിനെ ചേർത്ത് പറയും, ഒരു വാക്ക് പറയും. അതാ കിതാബി. അതാ കിതാബി എന്ന് പറഞ്ഞപ്പോ എന്താണ് കിതാബിന് എന്താ അടയാളം വരേണ്ടത്? റഫാണ്, ലമ്മാണ് വരേണ്ടത്. അതെ, ലമ്മാണ് വരേണ്ടത്. അപ്പോ കിതാബ് എന്ത് ചെയ്തു? പിന്നീട് ലമ്മും ഇല്ല, യാലേക്ക് ഇതാപത്തിയൊക്കെ എന്തായി? കെസ്റ് കൊടുത്തു. പിന്നെ സലാസി വലല യകൂന മർഫുഅൻ ഫിൽ ഊല വമൻസൂബൻ ഫി الثانية. മൻസൂബാക്കി എങ്ങനെ പറയും? റഅയ്തു കിതാബി. റഅയ്തു കിതാബി, എന്റെ കിതാബിനെ ഞാൻ കണ്ടു. അപ്പോ ഫത്തഹിന് പകരം കെസ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. യാ മുത്തക്കല്ലിമിനെ ചേർത്തുകൊണ്ട് കെസ്റ് തന്നെ ഉള്ളു. അപ്പൊ മജ്റൂറൻ ഫി സാലിസത്തി, മജ്റൂറാക്കി പറയും. ബികിതാബിൻ ഇസ്തറൈതു. ബികിതാബിൻ അല്ല ബികിതാബി, അല്ലെങ്കിൽ എന്താ പറയാ, വദഅതു സഅത അലാ കിതാബി. വദഅതു സഅത അലാ കിതാബി. വാച്ച് എന്ത് ചെയ്തു? പുസ്തകത്തിന്റെ മേലെ വെച്ചു. അപ്പൊ എന്തായി? അലാ കിതാബി, എന്റെ പുസ്തകത്തിന്റെ മേലെ വെച്ചു. അടയാളം അവിടെ ഉണ്ട്, പക്ഷെ അത് ലാഹിറത്തും ആകാം, വേണമെങ്കിൽ മുഖദ്ദറത്തും ആകാം. യാൽ മുത്തകല്ലിമി കാരണമായാണ് അവിടെ കെസ്റ് കൊടുത്ത് എന്ന് പറയുന്നവർ പറയുന്നത് അത് മുഖദ്ദറത്താണ്. അതല്ല, യാൽ മുത്തകല്ലിം കെസ്റ് വരുമ്പോ ജെറ് വരുമ്പോൾ അവിടെ ജെറ് കൊടുക്കും എന്ന് പറയുന്നവര്, വെളിവാകും എന്ന് പറയുന്നവര് ശരി, അങ്ങനെയാണ്. എന്തായാലും സംഭവം അടയാളം അവിടെ ഉണ്ട്, അലാ കിതാബി. എന്തായിരുന്നാലും എല്ലായ്പ്പോഴും യാൽ മുത്തകല്ലിമിന് മുമ്പ് ഉള്ള അടയാളം ഒന്ന് തന്നെയായിരുന്നു. ആരിബിൽ കലിമാത്തിൽ മത്മുആത്തി ബിൽ അസ്റാഖി ചെയ്യണം. അതില് ആരിബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഇറാബ് പറയാനാണ്. ഇറാബ് പറയുക, മെൻഷന്റെ ഇറാബ് എന്ന് ഇംഗ്ലീഷ് കൊടുക്കുക. യുഹിബ്ബുല്ലാഹുൽ മുത്തഖീന. അപ്പോ നിങ്ങളുടെ പുസ്തകത്തിലാണെങ്കിൽ ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തതിന്റെ പറയാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. അതില്ലേ? ഉണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്യണം. ആരിബ് മാ തഹ്തഹു ഖത്തുൻ. ആരിബ് മാ തഹ്തഹു ഖത്തുൻ. മാ തഹ്തഹു ഖത്തുൻ, ചുവടെ വരെയുള്ളതെന്നാണ്. ചുവടെ വരെയുള്ളതിന് ഏതാ പറയാനാണ് പറഞ്ഞത്. അപ്പോ യുഹിബ്ബുല്ലാഹുൽ മുത്തഖീൻ, ലഫ്ളുൽ ജലാലത്ത് എന്താണ്? അല്ലാഹു. ലഫ്ളുൽ ജലാലത്ത് എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവാണെന്നല്ലോ പറയാം. ലഫ്ളുൽ ജലാലത്ത് മർഫൂ ആണ്. വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ളാഹിറത്തു. അതെ. പിന്നെന്താണ്? അസ്ലിയത്തു. മുത്തഖീൻ. മുത്തഖീൻ എന്താണ്? മുത്തഖീൻ മൻസൂബാണ്. മൻസൂബ്. വഅലാമത്തു
നസ്ബിഹി അലാമത്തുൽ യാവ് ഫർഇയ്യ هي علامة فرعية الياء علامة نسبه الياء وهي علامة فرعية. ഒന്നായിട്ട് പറഞ്ഞാല് خلق الله السماوات والأرض. خلق الله السماوات. السماوات എന്താണ്? സമാവാത്ത് മൻസൂബാണ്. മൻസൂബാണ്. ആ ഫർഇ علامة نسبه ഫർഹിയ الكسرة وهي علامة فرعية. وهي علامة فرعية. السماوات والأرض منصوب منصوب. علامة نسبه الفتحة അസ്ലിയത്തു الظاهرة. الفتحة الظاهرة وهي علامة أصلية. يفتح فاك. يفتح فاك. من الذي لا يفتح فاه؟ അലാമത്തുൻ നസ്ബ് ഞാൻ ചോദിച്ച മനസ്സിലായില്ല. من الذي لا يفتح فاه? വാതിറക്കാത്ത ആരാണെന്ന്. അലാമത്തു ഇഫ്തഹ ഫാക്ക് എന്താണ്? മൻസൂബാണ്. ഫാ മാത്രം പറയണം ആദ്യം. ഫാ മൻസൂബുൻ. അലാമത്തു നസ്ബിഹി അലിഫ് അലിഫു വഹിയ അലാമത്തുൻ ഫർഇയ്യത്തുൻ. പിന്നെ ലാഹിറത്തുൻ. പിന്നെന്താണ്? അൽ കാഫു മുളാഫുൻ ഇലൈഹി. മുളാഫുൻ ഇലൈഹി. പിന്നെ മുളാഫുൻ ഇലൈഹിയിലെ ജർ എവിടെ? വഹിയ മബ്നിയത്തുൻ. അത് മബ്നിയാണ്. അതുകൊണ്ട് മബ്നിയുടെ പേര് എന്ത് ചെയ്യണം? മജ്റൂറൻ ബിൽ കസ്റത്തിൽ മുഖദ്ദറത്തി. മുഖദ്ദറത്തായ കസ്റ കൊണ്ട് ജർ ചെയ്തിട്ടില്ല. ജർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക, പക്ഷെ സാങ്കല്പികമാണ്. ഒന്നായിട്ട് പറയണേ അത്രയും പറയണ്ടേ. കാഫ് മുളാഫിൻ ഇലൈഹിയാണ്. മുളാഫിൻ ഇലൈഹി മജ്റൂറാണ്. അലാമത്ത് ജർരിഹി അൽ കസ്റത്തുൽ മുഖദ്ദറത്തു ലിഅന്നഹു മബ്നിയുൻ. അത് മബ്നി ആയതുകൊണ്ട് മുഖദ്ദറത്താണ്. അറാബിഅ അയിന സയ്യാറത്തു അബീക. അബീക്കയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഅ്റാബ് ചെയ്യേണ്ടത്. അബീക അബി മജ്റൂറുൻ. അബി മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ. സയ്യാറത്തു അബി. അപ്പൊ അബി മജ്റൂറുൻ മുളാഫിൻ ഇലൈഹിയാണ്, മജ്റൂറാണ്. അലാമത്തു ജർരിഹി യാഉ വഹിയ അലാമത്തുൻ ഫർഇയ്യത്തുൻ لأنه من أسماء الخمسة. أبي بنا الكاف كاف والكاف أيضا مضاف إليه مجرورة بالكسرة الكسرة എങ്ങനെയുള്ള കസറത്ത്? മുഖദ്ദറത്ത്. ബിൽ കസറത്തിൽ മുഖദ്ദറത്ത്. കസറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോഴേ തന്നെ മുഖദ്ദറത്ത് എന്ന് പറയുന്നത്. കാരണം പത്താല് കിടക്കുന്നത്. ലഅന്നഹു മബ്നിയുൻ. മബ്നി ആയതുകൊണ്ട് മുഖദ്ദറത്തായ കസറത്ത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? എന്ത് ചെയ്തിരിക്കുന്നത്? ജർ ചെയ്തിരിക്കുന്നത്. കസറത്തുള്ളി ജർ ചെയ്തിരിക്കുന്നത്. ജർ ചെയ്യുമ്പോഴാണ് കസറ വരുന്നത്. അടുത്ത് അൽ ഖാമിസ് ഹഫിൾതു സൂറത്തൈനി. ഹഫിൾതു സൂറത്തൈനി മൻസൂബാണ്. അലാമത്തു നസ്ബിഹി അൽ യാഉ വഹിയ അലാമത്തുൻ ഫർഇയ്യത്തുൻ. പിന്നെ അതേപോലെ ലാഹിറത്താണ്. അലാമത്തുൻ ലാഹിറത്തുൻ
വഹിയ ഫർഇയ്യത്തുൻ. അതേപോലെ അരിഫു ഖാളിയ മക്കത്ത. അരിഫു ഖാളിയ മക്കത്ത. അപ്പൊ ഖാളിയ മക്കത്തെയാണ് ഇഅ്റാബ് ചെയ്യേണ്ടത്. ഖാളിയ എന്താണ്? മൻസൂബാണ്. മൻസൂബാണ്. സുബാണോ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു അല്ലാഹിറത്തു. മക്കത്ത മക്കത്ത് എന്താണ്? അത് നസ്ബ. അത് അത് നസ്ബാണ്. മറ്റേ മുളാഫിലേക്കാണ്. മുളാഫി ഇലൈഹി ആളുടെ നസ്ബാണ്. മംനൂ മിന സർഫ്. മംനൂമിൻ അത് അതെ. പറയണ്ട. അപ്പൊ എന്താ പറയണം? മബ്നി എന്ന് പറയും. മക്കത്ത മജ്റൂറുൻ. മജ്റൂറാണ്. ലഅന്നഹു മുളാഫിൻ ഇലൈഹി. ഖാളിയ മക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? മുളാഫിൻ ഇലൈഹി ആണ്. മുളാഫിൻ ഇലൈഹി ആണ്. മജ്റൂറാണ്. അലാമത്തു ജർരിഹി അൽ കസറത്ത് ഫതഹത്തു. ഫതഹ. അപ്പൊ ഹിയ ഫർഇയ്യത്തുൻ. മംനൂ മിന സർഫാകുമ്പോൾ എന്ത് ചെയ്യണം? ഫർഇയ്യ അടയാളമാണ്. ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുക. അല്ല സോറി, ജർ ചെയ്യുക. ഫതഹത്ത് കൊണ്ടാണ് ജർ ചെയ്യുക. അത് എന്താണ്? ഫർഇയ്യ അല്ലേ? ഫർഹിയാണ്. ഖറജൽ അർദ് അസാബി. ഖറജൽ ഖറജൽ ജർഹ മിനൽ മുസ്തഷ്ഫ. ജർഹ എന്താണ്? യാ ഡോക്ടർ. മുസ്തഷ്ഫയിൽ നിന്നാണ് പോയത്. സർജൻ. മൻസൂബ്. അല്ല, ജർഹ മൻസൂബ്. മൻസൂബാണ്. ജർഹയുടെ അർത്ഥം എന്താ? സർജനാണ്. അതെ. ഡോക്ടർ എന്താണ് അർത്ഥം? ജർഹ എന്താണ്? അറിയില്ല. മുറിവ്. 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 അതെ അതെ അതെ. ജർഹന് മുറിവ്. മുറിവേറ്റവൻ. ജർഹ മിനൽ മുസ്തഷ്ഫ. ആസ്പത്രി. അപ്പൊ എന്താണ് ജർഹ? ജർഹ എന്താണ്? അടയാളം പറയും. എന്റെ അടയാളം പറയും. നമ്മത്തല്ലേ? നമ്മത്ത്. നമ്മത്താണോ ഫതഹത്താണോ? എന്തുകൊണ്ട് മഫ്ഊലുൻ ബിഹി ആയത്? ഖറജ വന്നുകൊണ്ട് മഫ്ഊലുൻ ബിഹി ആയ. മർഫൂഹാണത്. മർഫൂആണ്. ഫായിലും മർഫൂൻ. ഫായില് മർഫൂഅ്. ക്രിയയിലാണെങ്കിൽ മിനൽ മുസ്തഷ്ഫ. ഇതിലാണെങ്കിൽ എന്ത് പറ്റി? ക്രിയയിലാണെങ്കിലല്ലേ ഇത് വരുള്ളൂ. ഏത് വരും? പോലും വിഷയായിട്ട് വരുള്ളൂ. ഇതിലല്ലേ കിടക്കുന്നത്? അവിടെ ഖറജ കിടക്കുന്നത്. അല്ല, പറയും. നിങ്ങൾ പറഞ്ഞാലേ മിസ്റ്റേക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് വന്നാൽ ആദ്യം നോക്കേണ്ടത് അവിടെ കർത്താവ് ഉണ്ടാവും. ഒരു സ്വതന്ത്ര നാമം പറയുമ്പോഴേ അവിടെ ലമീർ മാത്രം കൊടുക്കൂല. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഖറജ എന്ന് പറഞ്ഞാൽ അവിടെ ഫായിൽ ഉണ്ടാവും. ഒരു സ്വതന്ത്ര സെന്റൻസ് അല്ലേ? ഇൻഡിപെൻഡന്റ് സെന്റൻസ്. മുമ്പ് പിൻപൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ? ഒരു വെർബ് വന്നാൽ അതിന്റെ കർത്താവ് ഉണ്ടാവും. എന്തായാലും ഖറജ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഖറജന്റെ ഫായിലാണ്. ഫായിൽ വന്നാൽ മർഫൂ ആയിരിക്കണം. മർഫൂ ആകുമ്പോൾ ഇവിടെ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലൽ അലിഫ്. ജർഹ എന്ന് പറയുമ്പോൾ അലിഫാണ്. മിനൽ മുസ്തഷ്ഫ. മിനൽ മുസ്തഷ്ഫ എന്നപ്പോൾ അൽ മുസ്തഷ്ഫ മജ്റൂറുൻ. പിന്നെ അലാമത്ത് ജർരിഹി അലാമത്ത് ജർരിഹി യാ ആണ്. മുസ്തഷ്ഫയ്ക്ക് എന്തിനാ അലാമത്ത് ജർരിഹി യാ ആവുന്നത്? അല്ലല്ല,
മുസ്തഷ്ഫ അല്ല അത് അലിഫാണ്. ഇതാണ് 7:47 സമയം. മുഖദ്ദറത്തുൻ. അലിഫാണ് എന്താ അലിഫ്? മുസ്തഷ്ഫ എന്നുള്ളത്. അതെ, മുസ്തഷ്ഫ എന്ന് നമ്മൾ അലിഫിന്റെ കാര്യം എന്തിനു പറയുന്നു? വേറെ അതെ പറയുമ്പോൾ അതെ അവിടെ നെസ്ബല്ല മിനൽ എന്താണ് അലിഫ് എന്തിനു പറയുന്നു? കസ്റത്തുൻ മുഖദ്ദറത്തുൻ. ആ, മിനൽ അതെ. മുസ്തഷ്ഫ. مكسور اسمه ആ, مكسور ഇത് മക്സൂർ. مكسور അതെ, മക്സൂർ ആയതുകൊണ്ട് എന്താണ്? മുഖദ്ദറത്താണ്. كسرة ആ, مقدرة ബിൽ കസ്റത്തിൽ അലാമത്ത് ജർഹി അൽ കസ്റത്തുൽ മുഖദ്ദറത്തു. അലാമത്ത് ജർഹി അൽ കസ്റത്തുൽ മുഖദ്ദറത്തു. الثامن أخذ صديقي كتابي من حقيبتي. أخذ صديقي كتابي من حقيبتي. هلا ഉദാഹരണമാണ്. أخذ صديقي. صديقي എന്താണ്? مرفوع എന്റെ ക്ലാസ്മേറ്റ്. സദീഖ് مرفوع സദീഖുൻ മർഫു മർഫൂഅൻ. ആണ്. ഫാഇൽ മർഫു ആണ്. اللهم അലാമത്തു آه، അലാമത്തു റഫഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു. مقدرة. പിന്നെ യാഉം പറയണം. യാഉൽ മുതകല്ലിമി مضاف മുളാഫുൻ ഇലൈഹി. ഇലൈഹി. യാഉൽ മുതകല്ലിമി മുളാഫുൻ ഇലൈഹി. വഅലാമത്തു ജർഹി ജർറാണല്ലോ, മുളാഫുൻ ഇലൈഹി ജർ വേണ്ടത്. അലാമത്തു ജർഹി കസ്റത്തുൻ അൽ മുഖദ്ദറത്തുൻ. കസ്റത്തുൽ മുഖദ്ദറത്തു. കിതാബി. കിതാബി എന്താണ്? കിതാബ്. കിതാബ്. കിതാബ് കിതാബ് എന്താണ്? മർഫൂഅൻ. മർഫു ആണോ? മർഫൂഅൻ ബിഹി. മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. മൻസൂബുൻ. വഅലാമത്തു നസ്ബിഹി وفتحته ഫതഹത്തുൻ അൽ മുഖദ്ദറത്തു. ഫതഹത്തു അൽ മുഖദ്ദറത്തു. മുഖദ്ദറത്തു. പിന്നെ യാ അൽ മുതകല്ലിമുണ്ട്. യാ അൽ മുതകല്ലിമി مضاف മുദാഫുൻ ഇലൈഹി. വഅലാമത്തു ജർരിഹി അൽ കസ്റത്തു കസ്റത്തുൻ അൽ മുഖദ്ദറത്തു. മുഖദ്ദറത്തു. മിൻ ഹഖീബത്തി. ഹഖീബത്ത് ഹഖീബത്ത് മജ്റൂർ. മജ്റൂർ. അപ്പൊ നമുക്കിവിടെ അലാമത്ത് അൽ കസ്റത്തു ലാഹിറത്തു എന്ന് വേണമെങ്കിൽ പറയാം, ഒരഭിപ്രായം അനുസരിച്ച്. പിന്നെ യാ അൽ മുതകല്ലിമി മുളാഫുൻ ഇലൈഹി അലാമത്ത് ജർരിഹി. യാ അൽ മുതകല്ലിമി മുളാഫുൻ ഇലൈഹി അലാമത്ത് ജർരിഹി അൽ കസ്റത്തു മുഖദ്ദറത്തു. എവിടെ വന്നാലും യാ അൽ മുതകല്ലിമി എവിടെ വന്നാലും എന്താണ്? കസ്റത്തുൽ മുഖദ്ദറത്താണ്. പിന്നെ അത്താസ് ഇഷ്തറൈതു ഹാദാ ബിഖംസത അശറ റിയാലൻ. അപ്പൊ 15 എന്താണ്? مبني മബ്നിയാണ്. മബ്നിയാണ്. അത് എന്താണ്? മജ്റൂറാണ്. മജ്റൂറാണ്. പിന്നെ മബ്നിയാണ്. മജ്റൂറാണ്. അലാമത്ത് ജർരിഹി അൽ കസ്റത്തു അൽ മുഖദ്ദറത്തു. പിന്നെ അന മുഹാമിൻ. അന മുഹാമിൻ. അന മുഹാമിൻ എന്താണ്? മർഫൂഅൻ. മജ്റൂറാണോ? مرفوع മർഫൂ. എന്ത് മർഫൂആണ്? എന്തുകൊണ്ട് മർഫൂആയി? ഖബർ മർഫൂ. ഖബറാണ്. ഖബർ മർഫൂ. അന മുബ്തദ ഖബർ മുഹാമിൻ ഖബറാണ്, മർഫൂആണ്. അലാമത്ത് ജർഹി കസ്റ. അലാമത്ത് ജർരിഹി കസ്റത്തുൽ അലാമത്ത് ജർറാണ്. وعلامة رفعه الضمة المقدرة. ضمة المقدرة. المرفوعات من الأسماء. المرفوعات من الأسماء. إني رفع ورنا സന്ദർഭങ്ങൾ ഒന്നുകൂടെ പറയാം. المبتدأ والخبر.
അൽ മർഫൂഅത്തു മിനൽ അസ്മാഇ സിത്തത്തുൻ, കേട്ടോ. 6 എണ്ണമാണ്. 6 സന്ദർഭങ്ങൾ വന്നാലും എന്തായിരിക്കും? മർഫൂ ആയിരിക്കും. 1 മുബ്തദ, 2 ഖബർ. അതിന് ഉദാഹരണം അല്ലാഹു അക്ബർ. അല്ലാഹ് ലഫ്ദുൽ ജലാലത്ത് മുബ്തദ ആണ്, അത് മർഫൂ ആണ്. അക്ബർ എന്ന് പറഞ്ഞപ്പോഴും മർഫൂ ആണ്, അത് ഖബർ ആയതുകൊണ്ട് മർഫൂ ആയത്. പിന്നെ അസാലിസ് ഇസ്മു കാന നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാനൽ ബാബു മഫ്തൂഹൻ, കാനൽ ഇസ്മായാല് മർഫൂ ആയിരിക്കും. ഖബറു ഇന്ന, അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഈ പാഠത്തിൽ വന്നിരിക്കുന്നതല്ല, കേട്ടോ. ഇന്നല്ലാഹ ഗഫൂറുൻ, അപ്പൊ എന്താണ്? ഇന്നയുടെ ഖബർ ആയതുകൊണ്ട് മർഫൂ ആയി ഗഫൂറുൻ. അടുത്തത് ഖാമിസ് ഫാഇൽ, ഖലഖനല്ലാഹു, ഫാഇൽ ആയതുകൊണ്ട് ലഫ്ദുൽ ജലാലത്തിന് ഇറപ്പ് കൊടുത്തു, ഫാഇൽ. പിന്നെ നായിബുൽ ഫാഇൽ, നായിബുൽ ഫാഇൽ എന്താ? ഫാഇലിന്റെ പകരക്കാരൻ. ഫാഇലിന്റെ പകരക്കാരൻ. അപ്പോ മഫ്ഊലുൻ ബിഹി ആയിരിക്കും അത് യഥാർത്ഥത്തില്. അതേസമയം എന്താണ്? ഫാഇൽ ഇല്ലാത്തത് കൊണ്ട് ഫാഇലിന്റെ അടയാളമാണ് മഫ്ഊലുൻ ബിഹിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേര് നായിബുൽ ഫാഇൽ എന്നാണ് പറയുക. മജ്ഹൂലായ വിധിക്ക് ശേഷമാണ് അത് വരിക. ഖുലിഖൽ ഇൻസാനു, അപ്പോ ഫാഇലിന് പോലെ തന്നെയാണ് നായിബുൽ ഫാഇൽ. ഖുലിഖൽ ഇൻസാനു, യഥാർത്ഥത്തിൽ എന്താണ്? ഇൻസാന് മൻസൂബാണ്, യഥാർത്ഥത്തിൽ മഫ്ഊൽ ബിഹി ആണ്. പക്ഷെ ഫാഇൽ ഇല്ലാത്തതുകൊണ്ട് ഫാഇലിന്റെ അടയാളമാണ് അതിന് കൊടുക്കുക. അതുകൊണ്ട് അതിന്റെ പേര് നായിബുൽ ഫാഇൽ എന്നാണ്. ഖുലിഖൽ ഇൻസാനു മിൻ തീൻ. ഇനി മൻസൂബാത്ത് മിനൽ അസ്മാഇ, നാമങ്ങളിൽ മൻസൂബാത്ത് ഇസ്മു ഇന്ന, നേരത്തെ പറഞ്ഞതിന് പകരം ഇസ്മു ഇന്ന, ഖബറു കാന, അതേപോലെ അൽ മഫ്ഊൽ ബിഹി നേരത്തെ പറഞ്ഞതാണ്. മഫ്ഊൽ ബിഹി ഉണ്ട്, അതേപോലെ മഫ്ഊൽ ഫീഹി. ഫീഹി എന്താണ്? സമയം പറയാൻ വേണ്ടി, കേട്ടാ. സമയം, സ്ഥലം ഒക്കെ പറയുന്നതാണ് ഫീഹി. ലൈലൻ, അതെന്താണ്? മൻസൂബായിരിക്കും. ഒരു ഫീഹി ആണ് ശരിക്കും നമ്മൾ പറയുന്ന ലർഫ് എന്ന് പറയുന്നത്, ലർഫ് സമാനി അവിൽ മക്കാൻ. അപ്പൊ അത് മഫ്ഊൽ അത് എന്തായിരിക്കും? മൻസൂബായിരിക്കും. അതേപോലെ മഫ്ഊൽ ലി അജലിഹി, ലി അജലിഹി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു മഫ്ഊൽ എന്ന് പറയുമ്പോൾ വെറും മഫ്ഊൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മഫ്ഊൽ ബിഹി എന്ന് പറയണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. മഫ്ഊൽ ബിഹി, മഫ്ഊൽ എന്നുള്ളത് ഒരുപാട് മഫ്ഊലുകളുണ്ട്. വാവിന് ഒരുപാട് വാവുള്ളത് പോലെ മഫ്ഊല് എന്താണ്? പല ഇനം മഫ്ഊലുണ്ട്. അതിലൊന്നാണ് മഫ്ഊൽ ബിഹി. പിന്നെ ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു മഫ്ഊൽ ബിഹി. അതുപോലെ മഫ്ഊൽ ലി അജലിഹി ഉണ്ടാവും. മാ ഖറജ്തു മിനൽ ബൈത്തി, ഞാൻ വീട്ടിൽ നിന്നും പുറത്തു പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ഖൗഫൻ, ചൂടിനെ ഭയന്നുകൊണ്ട്. അപ്പൊ എന്താണ്? എന്ത് കാരണത്താലാണ് പോകാഞ്ഞത് എന്ന് പറയുന്നത് ലി അജലിഹി. അപ്പൊ അവിടെയും എന്തായിരിക്കും? നസ്ബായിരിക്കും, മൻസൂബായിരിക്കും. അതേപോലെ മഫ്ഊൽ മഅഹു, മഫ്ഊൽ മഅഹു ഉണ്ടാവും, കേട്ടാ. അപ്പൊ അതുങ്ങൾ പഠിച്ചു വെച്ചോളണം. ഇത്ര ഏതെല്ലാം മഫ്ഊൽ ഉണ്ട് എന്നുള്ളത് പഠിച്ചു വെച്ചോളണം. മഫ്ഊൽ മഅഹു എന്ന് പറയുമ്പോ സിർതു വൽ ജബല, ഞാൻ ആരോടൊപ്പം പോയി? മലയോടൊപ്പം പോയി. എന്താ മലയോടൊപ്പം പോയി എന്ന് പറഞ്ഞ്? മല കയറിയൊന്നുമല്ല, മല വലതുവശത്തുണ്ട്. ഞാൻ പോയപ്പോഴത്തേക്ക് മല എന്റെ കൂടെ വരെയല്ല ചെയ്യുന്നത്, വലിയ മലയാണ്. ഞാനങ്ങനെ പോയപ്പോഴത്തേക്ക് മല എന്റെ കൂടെ വന്നു, അല്ലേ? ചെറുത്തു വൽ ഖമറ എന്ന് പറയും.
ഞാനും ചന്ദ്രനും പോയി. ആ ഞാനും ചന്ദ്രസേനല്ല, ഞാനും ചന്ദ്രനും കൂടെ പോയി. ചന്ദ്രനൊപ്പം പോയി. അതെ, അതാണ് മഫ്ഊൽ മഅഹു. പിന്നെ ഉള്ളത് മഫ്ഊൽ മുത്ലഖ്. യഖറഉ ഹാമിദുൻ ഖിറാഅതൻ ജയ്യിദതൻ. അപ്പോ ആ മഫ്ഊലിനെ എടുത്തു പറയും, അതിന്റെ ക്രിയാധാതുവിനെ എടുത്തു പറയും. ക്രിയ പറഞ്ഞിട്ട് ആ ക്രിയാധാതുവിനെ എടുത്തു പറയുമ്പോൾ എന്തായിരിക്കും അത്? മഫ്ഊല് മുത്ലഖ്. ക്രിയ പറഞ്ഞിട്ട് ആ ക്രിയാധാതുവിന്റെ ആ ക്രിയയുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടി എന്ത് ചെയ്യും? ക്രിയാധാതു പറയും. അതെന്ത് ക്രിയാധാതു എന്ന് പറയും? അതെന്ത് മഫ്ഊൽ എന്ന് പറയും? മഫ്ഊൽ മുത്ലഖ്. അതെന്താണ്? നിരുപാധികമായ. മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായത്, വേറെ ഷർത്തൊന്നുമില്ല. അതിന്റെ ക്രിയാധാതുവിനെ കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ പോലെ മഫ്ഊൽ ബിഹി അല്ല, മഫ്ഊൽ ഫീഹി അല്ല, മഫ്ഊൽ ലി അജ്ലിഹി അല്ല, മഫ്ഊൽ മഅഹു അല്ല. മഫ്ഊൽ അതൊന്നും അല്ലാത്ത മഫ്ഊലാണ്. അപ്പൊ എന്താണ്? നിരുപാധികമായ മഫ്ഊലാണ്. അപ്പൊ അൽ മഫാഈലു, മഫ്ഊലുകളെല്ലാം വരും. എല്ലാ മഫ്ഊലുകളും എന്താണ്? മൻസൂബാണ്. അവസാനം പറഞ്ഞ മഫ്ഊല് മുത്ലഖ്. പിന്നെയുള്ള എന്താണ്? ഹാല്. അൽ ഹാല്. ജദ്ദി യുസല്ലി ഖാഇദൻ. ജദ്ദി യുസല്ലി ഖാഇദൻ. എന്താ അർത്ഥം? എന്റെ ഒപ്പം എന്റെ വല്യപ്പ വല്യപ്പ എന്താണ്? നമസ്കരിച്ചു. എന്നുകൊണ്ട് നമസ്കരിച്ചു. ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത്. അവിടെ ഹാബിച്വൽ ആക്ഷൻ ആണ് പറഞ്ഞത്. ഹാബിച്വൽ ആണ്. മുളാരി എന്താണ്? മുളാരി നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. പതിവായി ചെയ്യുന്നതിന് പറയാൻ വേണ്ടിയും മുളാരി ഉപയോഗിക്കും. ജദ്ദി യുസല്ലി ഖാഇദൻ, ഗ്രാൻഡ് ഫാദർ ഇരുന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. തമീസു, അതേപോലെ എന്താണ്? തമീസ്. അന അക്ബർ മിൻക സിന്നൻ. തമീസ്, അതിന്റെ വിശദീകരണം പറയരുത്. അന അക്ബർ മിൻക, ഞാൻ നിന്നേക്കാളും മൂത്തയാളാണ്. എങ്ങനെ? സിന്നൻ, നിന്നേക്കാളും വലിയ ആളാണ്. എന്തില്? സിന്നൻ. സിന്നെന്താണ്? പ്രായത്തിൽ. പ്രായത്തിൽ നിന്നേക്കാളും മുതിർന്ന ആളാണ്, നിന്നേക്കാളും വലിയ ആളാണ്. അപ്പൊ എന്താണ് അവിടെ? തമീസാണ്. അതേപോലെ അൽ മുസ്തസ്ന. തൻവീൻ തന്നെയാണ് തമ്മീസ് എന്ന് പറയുന്നത്. തമ്മീസ് എന്ന് പറയുന്നത് എന്താ? തൻവീൻ. അൽ തമ്മീസ് എന്ന് പറയുന്നത് മയ്യസ. മയ്യസ എന്താണ്? വേർതിരിച്ചു, സവിശേഷമാക്കി. മയ്യസ, തിരിച്ചറിഞ്ഞു. അതിന്റെ ശരിക്കും എന്താ മീനിങ്? തമീസ് എന്ന് പറയുന്നത് നമ്മൾ ബദൽ എന്നൊക്കെ പറയുന്നു. അതേപോലെ ഗ്രാമറിലെ ഒരു ടെക്നിക്കൽ ടെർമിനോളജിയാണ്. നമ്മൾ ലാർഫ് എന്നൊക്കെ പറയുന്നത് ടെക്നിക്കൽ വാക്കാണ് തമീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം. എന്തിനത്തിൽ എന്ന് പറയുന്നത്, ഏത് കാര്യത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ് അതിന്റെ തമീസ്. എന്താണ്? വേർതിരിക്കലാണല്ലോ തമീസ്. അപ്പൊ അന അക്ബർ മിൻക, ഞാൻ നിന്നേക്കാൾ വലിയാണ്. ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ് സിന്നൻ. അതേപോലെ ഇഷ്തറൈത്തു, എന്താ പറയാ, നമ്മൾ അതത് പറഞ്ഞില്ലേ, എണ്ണം പറയുമ്പോഴും എന്താണ് അവിടെ തമീസ് ആയിട്ടെന്ന് പറഞ്ഞല്ലോ. സിന്നൻ എന്ന് പറയുമ്പോൾ പല്ലിന്റെ സിന്നും അതേ സിന്ന് തന്നെയാണോ? ഡോക്ടർ മറന്നു പോയത്. ഡെന്റൽ ഡോക്ടർ എന്താണ്? ഡെന്റൽ ഡോക്ടർ എന്ത് പറയും? തബീബുസിന്ന്. തബീബുസിന്ന്. അപ്പൊ അല്ലെങ്കിൽ സെന്നാണ് അല്ലേ, ഡെന്റിസ്റ്റ്. അതെ. അപ്പൊ എന്താണ്? സിന്നിന് രണ്ടർത്ഥമുണ്ട്. അസിന്നു ബിസിന്ന്. അല്ലാഹു തആല അസിന്നു ബിസിന്നി, പല്ലിന് പല്ല്. അതേപോലെ സിന്ന് സനത്തുൻ എന്നതിനും സിന്നെന്ന് പറയും. സനത്തിന് വർഷം, സിന്നൻ പ്രായത്തിൽ, വർഷത്തിൽ.
طيب ഓക്കെ, ഓരോന്നിനെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. അപ്പൊ തമീസ് മനസ്സിലായോ? അതിനെ എന്ത് കാര്യമാണ് എന്ന് എടുത്ത് പറയുന്നതിനാണ് തമീസ് എന്ന് പറയുന്നത്. പറഞ്ഞത് എന്ത് കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് എന്ന് പറയുന്നതിനാണ് തമീസ് എന്ന് പറയുന്നത്. അല്ലെ അക്ബർ മിൻക എന്ന് പറയുന്നു. അപ്പൊ അതിന് വേർതിരിച്ച് പറയണം, വിശകലനം ചെയ്ത് പറയണം. എന്താണ്, ഏത് കാര്യത്തിലാണ് ഞാൻ മുതിർന്ന, ഞാൻ വലിയ ആളെന്ന് പറയണം. അതിനാണ് ഏത് കാര്യത്തിൽ, ചിഹ്നൻ കാര്യത്തിൽ. അപ്പൊ അതെടുത്ത് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, തമീസ് എന്ന് പറയുന്നത്. ഈ തമീസ് യഥാർത്ഥത്തിൽ ഈ പാഠം ഒന്ന് എങ്ങനെ പഠിപ്പിക്കുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. മൂന്നാം ഭാഗത്തിൽ ഒന്നാമതായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. കാരണം തമീസ് എന്തായാലും നമ്മൾ ഇപ്പൊ ഈ പാഠം കംപ്ലീറ്റ് ചെയ്തിട്ടും തമീസ് പഠിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തമീസ് എവിടെയെങ്കിലും വന്നിരുന്നോ? ഉസ്താദിനെ പറയാറുണ്ട് അത് തമീസായിട്ട് വന്നു. തമീസാണെന്ന് പറയും. എന്താണ് ഞാൻ വിചാരിച്ചത് എവിടെയെങ്കിലും വരുമെന്നാണ്. ഇപ്പോഴാണ് സംഭവം വന്നിരിക്കുന്നത്. അതിനെ അതെന്താണ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് എന്ന് എടുത്തു പറയുന്നതിനാണ് തമീസ് എന്ന് പറയുന്നത്. അതേപോലെ അൽ മുസ്തസ്ന, എക്സംപ്റ്റഡ്, ഒഴിവാക്കപ്പെടുന്നത്. അതും ഈ ടെക്നിക്കൽ ടെർമിനോളജിയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞിട്ടില്ല. മുസ്തസ്ന നമ്മൾ അവസാനം പറഞ്ഞായിരുന്നല്ലോ അല്ലേ? പുസ്തകത്തിന്റെ അവസാനം മുസ്തസ്ന വന്നിട്ടുണ്ട്. ഒഴിവാക്കൽ. അപ്പൊ ഒഴിവാക്കപ്പെടുന്നതിന് എന്ത് പറയും? മുസ്തസ്ന എന്ന് പറയും. മുസ്തസ്ന ഒഴിവാക്കൽ. ഹദറത്തുല്ലാബ് കുല്ലുഹും, എല്ലാവരും ഹാജരായി. ഇല്ല ഹാമിദൻ, പഠിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു ഇതിന്റെ അവസാനം, പുസ്തകത്തിന്റെ അവസാനം. അതേപോലെ അൽ മുനാദ. അപ്പോൾ മുസ്തസ്ന എന്താണ്? മൻസൂബാണ്. അതേപോലെ മുനാദയും. ടൈം കീപ്പർ പോയോ? അൽ മുനാദ അവിടെ ഉണ്ട്. മുനാദയും എന്താണ്? മുനാദ എപ്പോഴാണ്? യാ അബ്ദല്ലാഹി. ഇളാഫത്ത് ചെയ്യുമ്പോഴാണ് മൻസൂബായിട്ട് വരിക. മുനാദ മുലാഫ് എന്ന് പറയും. മുനാദ മുലാഫ് എന്നാണ് പറയുക. മുനാദ മുലാഫ് എന്താണ്? മൻസൂബാണ്. മുനാദ മുഫ്രദാണെങ്കിൽ യാ അബ്ദു എന്ന് വിളിച്ചാൽ യാ അബ്ദു. അബ്ദുല്ലാഹിക്ക് അബ്ദു എന്ന് പറയില്ല. അപ്പൊ അബ്ദിനെ അബ്ദുല്ല എന്ന് പേര് ഫുള്ള് പറയാതെ അബ്ദു എന്ന് മാത്രം വിളിച്ചാൽ യാ അബ്ദു എന്ന് വിളിക്കുക, യാ അഹ്മദു. അതേസമയം ഇലാഫത്ത് ചെയ്ത് വിളിച്ചാൽ യാ അബ്ദല്ലാഹി, യാ അബ്ദർ റഹ്മാനി എന്നാണ്. അപ്പൊ മുനാദ മുലാഫ്, ഒന്നാമത്തെ വാക്കിന് മുലാഫ്, രണ്ടാമത്തെ മുലാഫ് ഇലൈഹി. അപ്പോ അബ്ദ് മുലാഫാണ്, അള്ളാഹ് ലഫ്ദുൽ ജലാലത്ത് മുലാഫ് ഇലൈഹിയാണ്. അപ്പം അബ്ദ് മുലാഫാണ്. മുലാഫാണെങ്കിൽ എന്തായിരിക്കും? മുനാദ മുലാഫാണെങ്കിൽ മൻസൂബായിരിക്കും. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു? മർഫൂആത്തും മൻസൂബാത്തും പറഞ്ഞു. മർഫൂആത്തും മൻസൂബാത്തും പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് അടുത്ത പ്രാവശ്യം വായിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ അറബിയിൽ എന്ത് ചെയ്യുന്നു? വായിക്കുകയോ പഠിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? അറബിയിലേക്ക്, അറബിയിലൂടെ. ഡോക്ടർ അറബി എന്താ വായിക്കുന്നത്? എന്തറബി? എന്താ അറബി? നിങ്ങൾക്ക് അവിടെ അറബി കൈകാര്യം ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടുമല്ലോ. അറബിയായിട്ട് എന്തെങ്കിലും വായിക്കുമോ നിങ്ങൾ? വായിക്കല് കുറവാണ്. കേൾക്കലും സംസാരിക്കാൻ നോക്കും. സംസാരിക്കാൻ നോക്കാം, കേൾക്കാൻ നോക്കാം. നിങ്ങള് അറബി ചാനലൊക്കെ കേൾക്കുക. ഡിസ്കവറി ചാനലിലൊക്കെ അറബി ഉണ്ട്. അതെ, അതില് കുറച്ചുകൂടെ മനസ്സിലാവും. അത് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിലുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും അറബിയിൽ. അല്ലാണ്ട് ഓരോ സയന്റിഫിക് ആയിട്ടുള്ള ഓരോ ഡോക്യുമെന്ററികളൊക്കെ ഉണ്ടാവും. അതെ,
പിന്നെ അവിടെയുള്ള ആളുണ്ട് കാർട്ടൂൺ കാണും. ആർട്ടുകളെ കാണാം. തമാശയായിട്ട് പറയല്ല, അതൊക്കെ നമുക്ക് എന്താണ് ഭാഷ പഠിക്കാൻ നല്ലതാണ്. ഈ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നത്? കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് കാർട്ടൂൺ കാണും, അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, വേറെ ആരെയാണ് ഗൾഫിലുള്ളത്? ഞാനുണ്ട് ഉസ്താദ്. എന്ത് ചെയ്യും നിങ്ങൾ? അറബി എങ്ങനെയാ ഉപയോഗപ്പെടുത്തുക? ഞാന് നമ്മുടെ ഈ ബുക്കൊക്കെ വായിക്കും. ഇത് തന്നെ നമ്മുടെ, അല്ലാതെ വേറെ കേൾക്കുമ്പോ മനസ്സിലാവാറൊന്നുമില്ല, എന്നാലും ശ്രദ്ധിക്കാറുണ്ട്. പുറത്തു പോയിട്ട് നമ്മള് ഇവിടെ റിയാദിലൊക്കെ ഇതുണ്ടായിരുന്നു, എന്താ പറയാ, നമ്മൾ കുറച്ച് ബുക്ക് സ്പീഡ് സ്റ്റാൾ, ആവുന്നുണ്ട്. അല്ല ബുക്ക് സ്റ്റാളുകളിലൊക്കെ എന്താവും, ബുക്ക് സ്റ്റാളുകൾക്ക് ചെറിയ ബുക്സിലൊക്കെ ബ്രൗസിംഗ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഉണ്ടെന്നറിയില്ല, ഞാൻ അവിടെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു ബ്രൗസിംഗ് ടേബിൾ. അവിടെ പോയി നമുക്ക് ഏത് പുസ്തകം നമുക്ക് വായിക്കും, വായിച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് പോയാൽ മതി. അപ്പൊ അങ്ങനെ ബുക്ക് സ്റ്റാളിലൊക്കെ ചെന്ന് ഉപയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കഥകൾ, നോവൽ, ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം നേരത്തെ പറഞ്ഞ കാർട്ടൂൺ പോലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ട്. ഹിസ്റ്ററികളൊക്കെ, ചെറിയ മഹാന്മാരുടെ ഹിസ്റ്ററികളൊക്കെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പാരാഷ്ട്രത്തിനെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറച്ച് വായിച്ച് പോകുമ്പോൾ പിന്നെ നമുക്ക് പത്രം വായിച്ചാലും ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡോക്ടർമാർ എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നത്? ഡോക്ടർമാർക്ക് ആരെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമറും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നും പഠിപ്പിക്കുന്നില്ല. അവരെന്ത് ചെയ്യും? ലാംഗ്വേജ് കൈകാര്യം ചെയ്താണ് ലാംഗ്വേജിൽ എക്സ്പെർട്ട് ആവുന്നത്. നമ്മൾ കുറച്ച് ചില ഡോക്ടർമാർ, ഈ ഡോക്ടർ അല്ല കേട്ടോ, ചില ഡോക്ടർമാരോട് നമ്മൾ ആദ്യം ഡോക്ടറൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഭയങ്കര ഇതൊക്കെയായിരുന്നു. കുറച്ചു നേരം ഇംഗ്ലീഷ് സംസാരിച്ചാൽ നേരെ മലയാളത്തിലേക്ക് ഇറങ്ങി. കാരണം ലാംഗ്വേജ് എന്ത് ചെയ്യുന്നില്ല, അവർ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കുന്ന പോലെ പഠിക്കുന്നില്ല. നമ്മൾ ഗ്രാമർ ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ ഗ്രാമറും ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് എന്തുകൊണ്ട് അവർ ഫ്ലുവൻ്റായി സംസാരിക്കുന്നു ചോദിച്ചാൽ അവർ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അറിവ് കൈകാര്യം ചെയ്തുകൊണ്ടേ പോകാം. ഒരു ദിവസം നമ്മൾ അതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമർ ഇപ്പം എല്ലാം നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പഠിക്കാനില്ലെന്നല്ല, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോ മിഡിൽ ഈസ്റ്റിലുള്ളവർ പ്രത്യേകിച്ചും അല്ലാത്തവർ പൊതുവിലും എന്ത് ചെയ്യണം? ഖുർആൻ വായന കൂട്ടുക, അതുപോലെ ഹദീസ് വായന കൂട്ടുക. പറഞ്ഞോ, പുറത്തുനിന്നുള്ള സംഭാഷണം. അവസരങ്ങള് പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇസ്ലാമിന്റെ ഒരുപാട് വിജ്ഞാനങ്ങൾ അറബി കിടക്കുകയാണ്. ഏത് വിജ്ഞാനം വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഒരുപാട് അനന്തമായി കിടക്കുന്ന, പരന്ന് വിശാലമായി കിടക്കുന്ന, നമ്മൾ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള ആ കുടുസായ അവസ്ഥയിൽ നിന്നും പുറത്തു കടന്നാൽ ഒരുപാട് തുളസ് നമ്മളെ മാനസികമായി തന്നെ ഇസ്ലാമിന്റെ ഫീൽഡിൽ നിന്ന് നോക്കിയാൽ തന്നെ മാനസികമായ ഒരുപാട് ഓപ്പണിംഗ് നമുക്ക് ഉണ്ടാകും. പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله والسلام عليكم ورحمه الله وبركاته. السلام عليكم.